പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഇരിപ്പിടങ്ങളും തറയോടുകളും തകർന്നു. മഴ പെയ്യുമ്പോൾ മലിനജലം ഉൾപ്പെടെ വെയിറ്റിംഗ് ഷെഡിലൂടെ ഒഴുകും. വെയിറ്റിംഗ് ഷെഡിലെ സുരക്ഷാ മറയും തകർന്നു തുടങ്ങി. 2013 ജനറൽ ആശുപത്രിയിൽ ബസ് ബേ കം വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. KM മാണി MLA ആയിരുന്നപ്പോൾ അനുവദിച്ച 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. ദിവസേന 100 കണക്കിന് ആളുകൾ യാത്രക്കാരായി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്. വൃത്തിഹീനമായ നിലയിലാണിപ്പോൾ വെയിറ്റിംഗ് ഷെഡ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുറകുവശം പരസ്യ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു. നടുഭാഗത്ത് ടൈലുകളും തകർന്നു. യാത്രക്കാർക്ക് ഇരിക്കുന്നതിനായി നിർമ്മിച്ചിരുന്ന പൈപ്പുകളിൽ ചിലത് കാണാതായിട്ടുണ്ട്. ഫാനിന്റെ ലീഫുകളും നഷ്ടപ്പെട്ടു. മഴ പെയ്യുമ്പോൾ മലിനജലം ഉൾപ്പെടെ വെയിറ്റിംഗ് ഷെഡിലൂടെ ഒഴുകിയെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള വെള്ളം ഒഴുകി ബസ് കാത്തിരിക്കുന്നവരുടെ ദേഹത്തേക്ക് വീഴാതിരിക്കുന്നതിനായി ഇരുമ്പ് തകിട് കൊണ്ട് സുരക്ഷാമറ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും 2021 കാറ്റിൽ തകർന്ന സുരക്ഷാമറ ഇപ്പോഴും പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ്. ഇതിന് താഴെയാണ് ആളുകൾ ബസ് കാത്തിരിക്കുന്നത്. സുരക്ഷാമറയുടെ താഴ്ഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ചു തുടങ്ങി. അറ്റകുറ്റപ്പണികൾ നടത്തി സൗകര്യവും യാത്രക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. i4U ന്യൂസ്, പാലാ.